തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 Mobile 9037 917 916. വാർത്തകൾ വിശദമായി. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ 1 മുതൽ 8 വരെ പ്രതികളടക്കം 14 പേരെ കുറ്റക്കാരായി കോടതി കണ്ടെത്തി. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു. CPMന്റെ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളിയും കുറ്റക്കാരാണെന്ന് കോടതിയുടെ കണ്ടെത്തൽ. എറണാകുളം CBI കോടതിയാണ് വിധി പറഞ്ഞത്. ശിക്ഷിക്കപ്പെട്ട 14 പേരിൽ 6 പേർ CPMന്റെ പ്രധാന നേതാക്കളാണ്. കുറ്റക്കാരായവർക്ക് ശിക്ഷ ജനുവരി 3 പ്രസ്താവിക്കും. 20 മാസത്തോളം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷമാണ് കേസിൽ വിധി വന്നിരിക്കുന്നത്. 2019 ഫെബ്രുവരി 17 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പെരിയ കല്യോട്ടെ ശരത് ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയ വൈരാഗ്യം മൂലം വെട്ടിക്കൊലപ്പെടുത്തിയത്. ആകെ 24 പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകൻ CPM പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം A പീതാംബരൻ, കൊലപാതക കൃത്യം നടത്തിയ സജി C ജോർജ്, KM സുരേഷ്, K അനിൽകുമാർ, ജിജിൻ, R ശ്രീരാഗ്, A അശ്വിൻ, സുബീഷ് എന്നിവർക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു. T രഞ്ജിത്ത്, ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ K മണികണ്ഠൻ, A സുരേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി അംഗവും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ, മുൻ പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മറ്റുള്ളവർ. K മണികണ്ഠൻ, KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവർക്ക് ശിക്ഷ വിധിക്കുന്നതുവരെ ജാമ്യത്തിൽ തുടരാമെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. കേസിലെ 2ാം പ്രതിയെ KV കുഞ്ഞിരാമൻ സ്റ്റേഷനിൽ നിന്ന് ബലമായി ഇറക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിനാണ് പ്രതിയായത്. എറണാകുളം CBI കോടതി ജഡ്ജ് N ശേഷാദ്രിനാഥാണ് വിധി പ്രസ്താവിച്ചത്. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വിവിധ കുറ്റങ്ങളാണ് 1 മുതൽ 24 വരെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയത്. 2019 ഫെബ്രുവരി 17 കൃപേഷിനെയും ശരത് ലാലിനെയും 8-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരനെയും സുഹൃത്തും സഹായിയുമായ CJ സജിയെയും അറസ്റ്റ് ചെയ്തിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് സർക്കാർ ഉത്തരവിറക്കി. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ അസംതൃപ്തരായിരുന്ന കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും മാതാപിതാക്കൾ അന്വേഷണം CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോയ ക്രൈംബ്രാഞ്ച് 2019 മെയ് 14 CPM ഉദുമ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ K മണികണ്ഠൻ, പെരിയ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. മെയ് 20 ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ആകെ 14 പ്രതികളായിരുന്നു കേസിൽ ഉണ്ടായിരുന്നത്. 2019 സെപ്റ്റംബർ 30 കേസന്വേഷണം CBIക്ക് വിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടതോടെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. സർക്കാരിൻ്റെ അപ്പീല് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ഇതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചു. പക്ഷേ അവിടെയും അന്വേഷണം CBIക്ക് വിടുവാനുള്ള തീരുമാനം ശരിവച്ചതോടെ CBI അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. 2 വർഷത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ 2021 ഡിസംബർ 3 CBI അന്വേഷണ സംഘം കൊച്ചിയിലെ CBI കോടതിയിൽ കേസിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചു. CPM നേതാവും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമനടക്കം 24 പ്രതികളാണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. 2023 ഫെബ്രുവരി 2 കൊച്ചി CBI കോടതിയിൽ വിചാരണ തുടങ്ങിയത്. ഈ മാസം 23 കേസ് പരിഗണിച്ച CBI കോടതി ഇന്ന് വിധി പ്രസ്താവിക്കുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.